ഹലോ എവറി വൺ, ഇറ്റ്സ് മീ ബാസിത്ത് കോട്ടപ്പുറം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അമേരിക്കൻ ലിറ്ററേച്ചറിലെ വില്യം ഫോക്നർ രചിച്ചിട്ടുള്ള ലൈറ്റ് ഇൻ ഓഗസ്റ്റ് എന്നുള്ള നോവലാണ്. ഈ നോവൽ 1932 നോവലാണ്. പ്രധാനമായിട്ടും റൈസ്, ജെൻഡർ, റിലീജിയൻ, പാസ്റ്റ്, അലൈനേഷൻ, ഐസൊലേഷൻ ഇതൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. ഇതിലെ ക്യാരക്ടേഴ്സ് ലേന ഗ്രോ, ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ളൊരു ടീനേജറാണ്. പിന്നെ ജോ ക്രിസ്മസ് ഈ നോവലിലെ പ്രധാന ക്യാരക്ടറാണ്. ദെൻ ലുക്കാസ് ബേർഡ് അല്ലെങ്കിൽ ജോ ബ്രൗൺ എന്ന പേരിൽ അറിയപ്പെടുന്ന ഫാദർ ഓഫ് ലേനാസ് ചൈൽഡ്, ലേനയുടെ കുട്ടിയുടെ അച്ഛനാണ്. അതേപോലെ ബൈറൺ പഞ്ച് ലേനയെ പ്രണയിക്കുകയും അവളെ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ദെൻ ജുവാന ബേഡൻ അഡ്വക്കേറ്റാണ്, ബ്ലാക്കുകൾക്ക് വേണ്ടിയുള്ള. ദെൻ ഗെയിൽ ഹൈറ്റവർ, അദ്ദേഹം ചർച്ചിലെ ഒരു പഴയ മിനിസ്റ്ററാണ്. ദെൻ മിസ്റ്റർ ഹൈൻസ് അല്ലെങ്കിൽ ദ ജനേറ്റർ, അത് മിലിയുടെ ഫാദറാണ്. മിലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോ ക്രിസ്മസിൻ്റെ അമ്മ, അപ്പോൾ ക്രിസ്മസിൻ്റെ ഗ്രാൻഡ് ഫാദറുമാണ്. ഇനി നമുക്ക് നേരെ സമ്മറിയിലോട്ട് പ്രവേശിക്കാം. ലേന ഗ്രൗ, എ പ്രഗ്നൻറ്റ് ടീനേജറാണ്, ഹാസ് മെയ്ഡ് ഹെർ വേ ടു മിസിസിപ്പിയിലോട്ട് പോവുകയാണ്. ഇൻ സെർച്ച് ഓഫ് ബേബീസ് ഫാദർ, തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെ അന്വേഷിച്ചുകൊണ്ട്. ഷീ ഹിച്ചസ് റൈഡ് ഇൻ ടു സ്മോൾ ടൗൺ ഓഫ് ജെഫേഴ്സണിലൊരു സ്മോൾ ടൗണിലോട്ട് അവളൊരു സവാരി നടത്തുന്നു. വിച്ച് ഈസ് ഹോം ടു എ പ്ലാനിങ് മിൽ, ഒരു പ്ലാനിങ് മില്ലിൻ്റെ ഹോമായിട്ടുള്ള അവിടേക്ക് അവൾ ഒരു സവാരി നടത്തുന്നു. വൺ ഓഫ് ദി വർക്കേഴ്സ് അറ്റ് ദ മിൽ, ആ മില്ലിലുള്ള ഒരു വർക്കർ ജോ ക്രിസ്മസ് ഈസ് എ ബ്രൂഡിങ് എന്ന് പറഞ്ഞാൽ ഗ്ലൂമി ആയിട്ടുള്ള ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. റാഷ്യലി ആംബിഗസ്, ആള് വംശീയമായിട്ട് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാളാണ്. ആംബിഗസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത, ദ്വയാർത്ഥമുള്ള എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരാളാണ്. ഹു അപ്പിയേർഡ് സഡൻലി അറ്റ് ദ മില്ലിൽ പെട്ടെന്ന് പ്രത്യക്ഷമായി വൺ ഡേ, ഒരിക്കൽ. ഇൻ സെർച്ച് ഓഫ് എ ജോബ്, ഒരു ജോലി അന്വേഷിച്ചുകൊണ്ട്. ആഫ്റ്റർ ഗെയിനിങ് എംപ്ലോയ്മെൻറ്റ്, ജോലി നേടിയതിനു ശേഷം, ഹി വാസ് സോൺ ജോയിൻഡ് അറ്റ് ദ മിൽ ബൈ അനദർ മാൻ നെയ്മഡ് ജോ ബ്രൗൺ എന്നു പേരുള്ള മറ്റൊരാൾ കൂടി അവിടെ ജോയിൻ ചെയ്തു. ദ ടു ഫോംഡ് എ പാർട്ട്ണർഷിപ്പ്, രണ്ടുപേരും ഒരു പാർട്ട്ണർഷിപ്പ് പടുത്തുയർത്തി. മേക്കിംഗ് ആൻഡ് സെല്ലിങ് ലിക്കർ ഇല്ലീഗലി, നിയമവിരുദ്ധമായിട്ട് മദ്യം ഉണ്ടാക്കിക്കൊണ്ടും വിറ്റുകൊണ്ടുമൊക്കെ. ആൻഡ് ഇവഞ്ച്വലി ക്വിറ്റ് ദ ജോബ്സ്, പിന്നീട് അവസാനം രണ്ടുപേരും ജോലി ഉപേക്ഷിച്ചു. നെതർ ഓഫ് ദ മിൽ വർക്കേഴ്സ്, മറ്റൊരു മിൽ വർക്കർ ബൈറൺ പഞ്ച് ഈസ് ഇൻട്രീഗ്ഡ് ആൻഡ് അൺസെറ്റിൽഡ് വെൻ ലീന ഗ്രോ സഡൻലി അപ്പിയേഴ്സ് അറ്റ് ദ മിൽ വൺ ഡേ. ഒരിക്കൽ മില്ലിൽ ലീന ഗ്രോ പെട്ടെന്ന് പ്രത്യക്ഷമാകുമ്പോൾ അദ്ദേഹം അൺസെറ്റിൽഡ് ആയിരുന്നു. ഹി ടെൽസ് ദ ടൗൺസ് ഡിസ്ക്രൈസ്ഡ് ഫോമർ മിനിസ്റ്റർ, അദ്ദേഹത്തോട് പറയുന്നു, റെവറൻറ്റ് ഗെയിൽ ഹൈറ്റവർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ഓഫ് ഹിസ് എഫേർട്സ് ടു കെയർ ഫോർ ദ ഗേൾ, ആ ഗേളിനെ പരിചരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ എഫേർട്സുകളെ പറ്റി പറയുന്നു. സൂൺ, പെട്ടെന്ന്, ലീന കംസ് ടു റിയലൈസ് ദാറ്റ്, ലീന മനസ്സിലാക്കുകയാണ്, ദ മാൻ ഷീ സീക്സ് ഹെർ ബേബീസ് ഫാദർ, താൻ തേടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ, അവളുടെ കുട്ടിയുടെ അച്ഛൻ, ലുക്കാസ് ബേർഡ് ഇസ് റിയലി ജോ ബ്രൗൺ ആണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൺ ലെനാസ് അറൈവൽ ഇൻ ടൗണിലോട്ടുള്ള ലെനയുടെ ആഗമനത്തിന് മീതെ, ബ്രൗൺ ഈസ് ബീങ് ഹെൽഡ് ഇൻ ദ ടൗൺ ജയിലുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ ബ്രൗൺ ഉള്ളത്. ആഫ്റ്റർ ദ മർഡർ ഓഫ് എ ലോക്കൽ വുമൺ ജുവാന ബേഡൻ എന്ന പേരുള്ള ലോക്കൽ സ്ത്രീയുടെ മേർഡറിന് ശേഷം, ആൻഡ് ദ ബേണിംഗ് ഓഫ് എ ഹോം, അവളുടെ വീട് കത്തിക്കലിന് ശേഷവും ജയിലുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ ബ്രൗൺ ഉള്ളത്. ജോ ക്രിസ്മസ്
മിസ് ബേർഡൻസ് ഒക്കേഷണൽ ലവർ. മിസ് ബേർഡൻ്റെ ഒക്കേഷണൽ ലവറായിട്ടുള്ള നമ്മുടെ മെയിൻ കഥാപാത്രവുമായിട്ടുള്ള ജോ ക്രിസ്മസ് ആണ് ഈസ് ദ ചീഫ് സസ്പെക്റ്റ്. മുഖ്യ സസ്പെക്റ്റ് ഈ ജോ ക്രിസ്മസ് ആണ്. The narrative then shifts to explore several of the characters' past. അങ്ങനെ നെറേറ്റീവ് നമ്മുടെ ക്യാരക്ടേഴ്സിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള പാസ്റ്റുകളെ എക്സ്പ്ലോർ ചെയ്യുന്നതിലേക്ക് ഷിഫ്റ്റ് ആവുന്നു. ആസ് എ യങ് മിനിസ്റ്റർ ആയിട്ട് ഗെയിൽ ഹൈറ്റവർ സെക്യൂർസ് എ ചർച്ച്, ഒരു ചർച്ച് സെക്യൂർ ചെയ്യുന്നുണ്ട് ഇൻ ജെഫേഴ്സണിലുള്ള, ടു ഫീഡ് ഹിസ് ഒബ്സഷൻ വിത്ത് ഹിസ് ഗ്രാൻഡ് ഫാദർ. അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദർ ആൻഡ് കോൺഫിഡറേറ്റ് കാവലിമാൻ ഹു വാസ് കിൽഡ് ഇൻ ദ ടൗൺ ഡ്യൂറിങ് ദ സിവിൽ വാർ. സിവിൽ വാറിനിടയിൽ ടൗണിൽ വെച്ച് കൊല്ലപ്പെട്ട ഒരു കോൺഫിഡറേറ്റ് കാവലി മാൻ ആയിരുന്നു അദ്ദേഹം, ഒരു അശ്വാരൂഢനായിരുന്നു അദ്ദേഹം. ഹൈറ്റവേഴ്സ് യങ് വൈഫ്, അദ്ദേഹത്തിൻ്റെ യങ് വൈഫ് ഈസ് അൺഫെയ്ത്ത്ഫുൾ, അവിശ്വാസിയായിരുന്നു. ആൻഡ് ഗ്രാപ്പിൾസ് വിത്ത് മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ്, മാനസികമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരാളായിരുന്നു. ഷീ ഇവൻച്വലി ഡൈസ് ഇൻ എ fall from the window of a Memphis hotel room where she is staying with another man. മറ്റൊരാളോടൊപ്പം സ്റ്റേ ചെയ്യുകയായിരുന്നു ആ സമയത്ത്. അവർ മെംഫിസ് ഹോട്ടൽ റൂമിൻ്റെ വിൻഡോയിൽ നിന്ന് വീണുകൊണ്ട് അവസാനം മരണപ്പെടുകയാണ് ചെയ്യുന്നത്. എ സ്കാൻഡൽ എൻഷ്യൂസ്, അങ്ങനൊരു അപകീർത്തി പിന്തുടരുന്നു. ആൻഡ് ദ ജെഫേഴ്സൺ പരീഷണേഴ്സ് ടേൺ ഓൺ ഹൈറ്റവർ, അങ്ങനെ ജെഫേഴ്സൺ ഇടവകക്കാർ അദ്ദേഹത്തിനെതിരെ തിരിയുന്നു. ഹു ഈസ് ഫോഴ്സ്ഡ് ടു സ്റ്റെപ്പ് ഡൗൺ, അദ്ദേഹം പടിയിറങ്ങാൻ നിർബന്ധിതനാകുന്നു. ആസ് എ ചൈൽഡ്, ഒരു കുട്ടിയായിരിക്കെ ജോ ക്രിസ്മസ് ഈസ് ലെഫ്റ്റ് ഓൺ ദ സ്റ്റെപ്സ് ഓഫ് ആൻ ഓർഫനേജ്. ജോ ക്രിസ്മസ് ഒരു അനാഥാലയത്തിൻ്റെ സ്റ്റെപ്പുകളിൽ ഒഴിവാക്കപ്പെടുന്നുണ്ട്. When the facility's dietitian mistakenly believes that, ഫെസിലിറ്റിയുടെ ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞാൽ ആഹാരക്രമമൊക്കെ നിശ്ചയിക്കുന്ന ആൾ, അവർ തെറ്റിദ്ധരിച്ചുകൊണ്ട് വിശ്വസിക്കുന്നുണ്ട് ദാറ്റ് ജോ ഹാസ് ഓവർഹേർഡ് ഹെർ ഹാവിങ് സെക്സ് വിത്ത് എ യങ് ഡോക്ടർ ഇൻ ഹെർ റൂം. അവളുടെ റൂമിലുള്ള ഒരു യങ് ഡോക്ടറുമായിട്ട് സെക്സ് ചെയ്യുന്നതായിട്ട് ജോ ഒളിഞ്ഞു കേട്ടിട്ടുണ്ട് എന്നുള്ളത് അവിടെ മിസ്റ്റേക്കൺലി ബിലീവ് ചെയ്യുന്നുണ്ട്. ഷീ വറീസ് ഷീ വിൽ ലൂസ് ഹെർ ജോബ്, അങ്ങനെ അവളുടെ ജോലി നഷ്ടപ്പെടുമെന്ന് ഭയപ്പെടുന്നുണ്ട്. ടു എലിമിനേറ്റ് ദിസ് റിസ്ക്, ഈ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഷീ ത്രെട്ടൻസ് ടു എക്സ്പോസ് യങ് ജോസ് ബൈറേഷ്യൽ ബാക്ക്ഗ്രൗണ്ട്. അവിടെ നമ്മുടെ ജോനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. തൻ്റെ ബൈറേഷ്യൽ എന്ന് പറഞ്ഞാൽ രണ്ട് റൈസ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള റൈസ്, അത് വെളിപ്പെടുത്തുമെന്ന്, ആ ബാക്ക്ഗ്രൗണ്ട് വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ആൻഡ് ദിസ് ഹാവ് ഹിം ട്രാൻസ്ഫേർഡ് ടു ആൻ ഓർഫനേജ് ഫോർ ബ്ലാക്ക് ചിൽഡ്രൻ. കറുത്ത വർഗ്ഗക്കാരായ കുട്ടികൾക്കുള്ള ഒരു അനാഥാലയത്തിലേക്ക് അവനെ ട്രാൻസ്ഫർ ചെയ്യുന്നുമുണ്ട്. ഷീ ഡിസ്കസസ് ദ പ്ലാൻ വിത്ത് ഓർഫനേജസ് ജെനിറ്റർ. അങ്ങനെ അവൾ ഈ പ്ലാൻ അനാഥാലയത്തിൻ്റെ ജെനിറ്ററിനോട് ഡിസ്കസ് നടത്തുന്നു. ഹു കിഡ്നാപ്സ് ജോ, ജെനിറ്റർ എന്ത് ചെയ്യുന്നു, ജോനെ കിഡ്നാപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ആൻഡ് ടേക്സ് ഹിം ടു ലിറ്റിൽ റോക്ക്, അവിടേക്ക് എടുക്കുകയും ചെയ്യുന്നു. വെർ ഹീസ് ഫോണ്ട് ആൻഡ് റിട്ടേർഡ്, അവിടെ വെച്ചുകൊണ്ട് അവനെ കണ്ടെത്തപ്പെടുകയും മടക്കി അയക്കപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഓൺലി ടു ബി അഡോപ്റ്റഡ് 2 weeks later, 2 ആഴ്ചകൾക്ക് ശേഷം അവനെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് ബൈ എ സ്റ്റേൺലി റിലീജിയസ് മാൻ, MC കെൻ എന്നുപേരുള്ള ഒരു വളരെ സ്റ്റേണായിട്ട് റിലീജിയസ് ആചാരങ്ങളൊക്കെ നടത്തുന്ന ഒരാൾ. ആൻഡ് ഹിസ് വൈഫ്, അദ്ദേഹത്തിൻ്റെ വൈഫും ഒക്കെ ചേർന്നുകൊണ്ട് അവനെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്, ദത്തെടുക്കുന്നുണ്ട്. അങ്ങനെ ജോസ് ന്യൂ ഫോസ്റ്റർ ഫാദർ സബ്ജക്ട്സ് ഹിം, അവനെ വിധേയപ്പെടുത്തുന്നു ടു റെഗുലർ ബീറ്റിങ്സ്, നിരന്തരമായിട്ടുള്ള അടിക്കലുകൾക്ക്. ആസ് ജോ ഗ്രോസ്, ജോ വളരുമ്പോൾ ആൻഡ് എൻറ്റേഴ്സ് പ്യൂബർട്ടി, യൗവനാരംഭത്തിൽ എത്തുമ്പോൾ
he eventually crosses paths with Bobby. ബോബി എന്ന് പറയുന്ന എ പ്രോസ്റ്റിറ്റ്യൂട്ട് ഹു വർക്ക്സ് ആസ് എ വൈട്രസ് ഇൻ ദ നിയർബൈ ടൗണിൽ വൈട്രസ്സായി വർക്ക് ചെയ്യുന്ന ഒരു വേശ്യ ബോബി, അവളുമായിട്ട് ക്രോസ് പാത്ത് എന്ന് പറഞ്ഞാൽ സെക്സിൽ ഏർപ്പെടുന്നു. അങ്ങനെ വെൻ മിസ്റ്റർ എക്കൻസ് കാച്ചസ്, അദ്ദേഹം പിടിക്കുന്നുണ്ട് ഹിസ് സൺ, തൻ്റെ മകനെ അറ്റ് എ ഡാൻസ് വിത്ത് ബോബിയുമായിട്ടുള്ളൊരു ഡാൻസിൽ. എ ഫൈറ്റ് എറപ്റ്റ്സ്, അങ്ങനൊരു ഫൈറ്റ് അവിടെ ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ജോസ് കിൽസ് ഹിസ് ഫോസ്റ്റർ ഫാദർ, തൻ്റെ ഫോസ്റ്റർ ഫാദറിനെ, വളർത്തച്ഛനെ കൊല്ലുന്നുണ്ട് ജോ ബൈ സ്മാഷിങ് എ ചെയർ ഓവർ ഹിസ് ഹെഡ്. അദ്ദേഹത്തിൻ്റെ തലയിൽ ഒരു ചെയർ അടിച്ചുകൊണ്ട് കൊല്ലുന്നുണ്ട്. അബാൻഡൻഡ് ബൈ ബോബി ആൻഡ് ഹെർ കൊഹോർട്സ്, അങ്ങനെ ബോബിയുടെയും അവളുടെ സഹായങ്ങളെയും ഒക്കെ ഒഴിവാക്കപ്പെട്ട് ജോ എംബ്രേസസ് എ ലൈഫ് ഓൺ ദ റൺ. ജോ പുതിയൊരു ജീവിതം സ്വീകരിക്കുകയാണ്, ഓടുന്നു. ആൻഡ് വാണ്ടേഴ്സ് ഫോർ മോർ ദാൻ 15 years, 15-ലധികം വർഷം അലഞ്ഞ് തിരിയുന്നു. ഇവൻച്വലി മേക്കിംഗ് ഹിസ് വേ ടു ജെഫേഴ്സൺ, അങ്ങനെ അവസാനം ജെഫേഴ്സണിലോട്ട് എത്തിച്ചേരുന്നു. ഇൻ ജെഫേഴ്സൺ, അവിടെ വെച്ചിട്ട് ജോ ക്രിസ്മസ് സ്റ്റേസ് ഇൻ ദ ക്യാബിൻ ഓൺ ജോവാന ബേഡൻസ് പ്രോപ്പർട്ടി. ജോവാന ബേഡൻ്റെ പ്രോപ്പർട്ടിയിലുള്ള ഒരു ക്യാബിനിലാണ് ഇവിടെ ജോ ക്രിസ്മസ് സ്റ്റേ ചെയ്യുന്നത്. ആൻഡ് ദ ടു ക്വിക്ക്ലി ബിക്കം ലവേഴ്സ്, രണ്ടുപേരും പെട്ടെന്ന് ലവേഴ്സ് ആവുന്നുണ്ട്. Their relationship is marked by passion, violence, and long periods in which they ignore each other. അവരുടെ ആ റിലേഷൻഷിപ്പ് മാർക്ക് ചെയ്യപ്പെടുന്നത് പാഷനായിട്ടും അതേപോലെ സ്നേഹവും അക്രമവും ഒക്കെ ഉണ്ട്. പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം രണ്ടുപേരും പരസ്പരം അവഗണിക്കുകയാണ് ചെയ്യുന്നത്. മിസ് ബേർഡൻ വാണ്ട്സ് എ ചൈൽഡ്, അവർക്കൊരു കുട്ടിയെയാണ് ആവശ്യം മിസ് ബേർഡന്. ആൻഡ് ക്ലൈംസ് ടു ബി പ്രഗ്നൻ്റ് ആയിരിക്കാൻ ക്ലെയിം ചെയ്യുന്നുണ്ട്. ബട്ട് ജോ ഈസ് സ്ട്രോങ്ലി അപ്പോസിറ്റ് ടു ദ ഐഡിയ. പക്ഷേ ജോക്ക് അതിനോട്, ആ ഐഡിയയോട് വളരെയധികം എതിർപ്പാണുള്ളത്. ആഫ്റ്റർ എ ടൈം, കുറച്ച് കാലങ്ങൾക്ക് ശേഷം ജോ ബ്രൗൺ കംസ് ടു ലിവ് വിത്ത് ജോ ക്രിസ്മസ് ഇൻ ഹിസ് ക്യാബിൻ. ജോ ക്രിസ്മസിൻ്റെ കൂടെ തൻ്റെ ക്യാബിനിൽ സ്റ്റേ ചെയ്യാൻ എത്തിച്ചേരുന്നു. മിസ് ബേർഡൻ ട്രൈസ് ടു ഹെൽപ്പ് ജോ ക്രിസ്മസ് ഫിനാൻഷ്യലി. മിസ് ബേർഡൻ അങ്ങനെ ജോ ക്രിസ്മസിനെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് ഹെർ മെഡ്ലിങ് എന്ന് പറഞ്ഞാൽ ഇൻ്റർഫിയർ ഇൻ സംതിങ് ദാറ്റ്സ് നോട്ട് വൺസ് കൺസേൺ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ആഗ്രഹമില്ലാത്ത ഒരു കാര്യം അതിലിടപെടുക. അപ്പോൾ അത് ഓൺലി പ്രൊവോക്സ് ഹിസ് അയർ, അത് ജോയുടെ ദേഷ്യത്തെ പ്രകോപിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. വൺ നൈറ്റ്, ഒരു രാത്രിയിൽ, ഹി സവേജ്ലി അറ്റാക്സ് ആൻഡ് കിൽസ് ഹെർ. വളരെ വന്യമായിട്ട് ജോ അവരെ അറ്റാക്ക് ചെയ്യുന്നു, കിൽ ചെയ്യുകയും ചെയ്യുന്നു. വിത്ത് എ റാസർ, ഒരു നൈഫ്, ഒരു കത്തി കൊണ്ട്. ആഫ്റ്റർ ഷി ട്രൈസ് ടു ഫയർ എ പിസ്റ്റൾ അറ്റ് ഹിം ഇൻ ആൻ അപ്പാരൻറ്റ് അറ്റംപ്റ്റ് ടു എ മർഡർ സൂയിസൈഡ്. അപ്പോൾ ആ സമയത്ത് തോക്കുകൊണ്ട് വെടിവെക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അവർ. ചുരുക്കി പറഞ്ഞാൽ ജോവാന ബേർഡൻ കൊല്ലപ്പെടുന്നു, കൊലയാളി ജോ ക്രിസ്മസ് ആകുന്നു. മിസ് ബേർഡൻസ് നെഫ്യൂ ഇൻ ന്യൂ ഹാംസ്ഫെയർ, അവിടെയുള്ള ബേർഡൻ്റെ നെഫ്യൂ ഓഫേഴ്സ് $1,000 റിവാർഡ് ഫോർ ദ ക്യാപ്ചർ ഓഫ് ഹിസ് ഓൺസ് കില്ലർ. തൻ്റെ ഓണ്ടായിട്ടുള്ള മിസ് ബേർഡൻ്റെ കൊലയാളിയെ കണ്ടെത്തുന്ന ആൾക്ക് $1,000 പ്രതിഫലം വാഗ്ദാനം ചെയ്യുന്നുണ്ട് അവർ. സെർച്ച് പാർട്ടീസ് വിത്ത് ബ്ലഡ് ഹോൺസ് കോം ദ കൺട്രി സൈഡ് ഫോർ ദ ഫ്യൂജിറ്റീവ് ജോ ക്രിസ്മസ്. അങ്ങനെ തിരഞ്ഞുപിടിക്കുന്ന ആളുകൾ നായകളോടൊപ്പം, ബ്ലഡ് ഹോൺസ് എന്ന് പറഞ്ഞാൽ തിരഞ്ഞുപിടിക്കുന്ന നായകൾ, അവരോടൊപ്പം ഒളിച്ചോടുന്ന, ഫ്യൂജിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒളിച്ചോടുന്ന ജോ ക്രിസ്മസിനെ കൂലങ്കഷമായി തിരഞ്ഞുപിടിക്കാൻ ശ്രമിക്കുന്നു.
who eludes capture for days. അങ്ങനെ അവൻ ദിവസങ്ങളോളം പിടികൊടുക്കാതിരിക്കുന്നു. റണ്ണിങ് ടു ദ പോയിൻ്റ് ഓഫ് ഹങ്കർ ആൻഡ് എക്സ്ഹോഷൻ. ക്ഷീണത്തിൻ്റെയും അതേപോലെ വിശപ്പിൻ്റെയും ഒക്കെ അവസ്ഥയിലോട്ട് പോയിക്കൊണ്ട് ഓടിക്കൊണ്ട്. ദെൻ ലെന, നമ്മുടെ ലെന പ്രഗ്നൻറ്റ് ഗേൾ, മീൻ വൈൽ അതേസമയം മൂവ്സ് ഇൻ ടു ദ ക്യാബിനിലോട്ട് പോകുന്നു. ദാറ്റ് ദ ടു ജോസ് ഹാഡ് ഷെയർഡ്. നമ്മുടെ രണ്ട് ജോകൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ക്യാബിനിലോട്ട് അവർ പോകുന്നു. ഇൻ ഓർഡർ ടു പ്രിപ്പയർ ഫോർ ദ ബർത്ത് ഓഫ് എ ബേബി. അവളുടെ കുട്ടിയുടെ ബേർത്തിന് പ്രിപ്പയർ ആവാൻ വേണ്ടി. ബൈറൺ ബെഞ്ച് സ്റ്റേസ് ഇൻ എ ടെൻറ്റ് നിയർ ബൈ. അവളോടൊപ്പം കൂടെ ഉണ്ടായിരുന്ന ബൈറൺ ബെഞ്ച് അടുത്തുള്ളൊരു ടെൻറ്റിൽ സ്റ്റേ ചെയ്യുന്നു. ജോ ക്രിസ്മസ് അതേസമയം അദ്ദേഹം ഈസ് അപ്രഹെൻഡ്, ആക്രമിക്കപ്പെടുന്നു. 2 കൊലപാതകങ്ങൾ നടത്തിയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ഓൺ ദ സ്ട്രീറ്റ്സ് ഓഫ് നിയർ ബൈ മോഡ്സ് ടൗൺ, അവിടെ വെച്ചുകൊണ്ട് അടുത്തുള്ള സ്ട്രീറ്റിൽ ആക്രമിക്കപ്പെടുന്നു. ഹിസ് ബയോളജിക്കൽ മാറ്റേണൽ ഗ്രാൻഡ് ഫാദർ, തന്നെ പ്രസവിച്ചിട്ടുള്ള അമ്മയുടെ അച്ഛൻ, അങ്കിൾ ഡോക് ഹെയ്ൻസ്, അദ്ദേഹം മേക്സ് ഹിസ് വേ ത്രൂ ദ ക്രൗഡ്, ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ പോവുകയാണ്. ടു കേഴ്സ് ജോയെ ശപിക്കാൻ വേണ്ടിയിട്ട് ആൻഡ് കോൾ ഫോർ ഹിസ് ഡെത്ത്, മറ്റുള്ളവരെ കൊണ്ട് അവനെ കൊല്ലിക്കാനും വേണ്ടിയിട്ട്. വെൻ ദ ഒഫീഷ്യൽസ് ഫ്രം ജെഫേഴ്സണിലുള്ള ഒഫീഷ്യൽസ് അറൈവ് ടു ടേക്ക് ചാർജ് ഓഫ് ദ പ്രിസണർ, ജോനെ പിടിക്കാൻ വേണ്ടി വരികയാണ്. കുറ്റവാളിയാണല്ലോ, അവനെ പിടിക്കാൻ. മിസ്സിസ് ഹെയ്ൻസ് ബ്രേക്സ് ത്രൂ ദ ക്രൗഡ് ആസ് വെൽ. അപ്പോൾ ആ സമയത്ത് മിസ്സിസ് ഹെയ്ൻ്റെ വൈഫ് ഇടയിലൂടെ വഴിയുണ്ടാക്കുന്നു. ഹോപ്പിംഗ് ടു സീ ദ ഫേസ് ഓഫ് ദ ഗ്രാൻഡ് സൺ, തൻ്റെ പൊന്നു പേരക്കുട്ടിയുടെ മുഖം കാണുവാൻ വേണ്ടി. ഹു ഹർ ഹസ്ബൻഡ് ടോൾ ഹെർ ടൈഡ് ആസ് എ ചൈൽഡ്, കുട്ടിയായിരിക്കുമ്പോൾ അവൻ മരണപ്പെട്ടതാണെന്ന് തൻ്റെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ കാണാൻ ഇതുവരെ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ കാണാനുള്ള ആഗ്രഹത്തോടെ അവർ വഴിയുണ്ടാക്കി പോകുന്നു. ദെൻ ദ ഹൈൻസസ്, 2 ഹൈനസും കൂടി, മിസ്റ്റർ ഹൈൻസും മിസ്സിസ് ഹൈൻസും ടേക്ക് ദ ട്രെയിൻ ടു ജെഫേഴ്സൺ ടുഗദർ, ഒരുമിച്ച് ജെഫേഴ്സണിലോട്ടുള്ള ട്രെയിൻ എടുക്കുന്നു. ബൈറൺ ആൻഡ് ദ ഹൈൻസസ്, ബൈറനും ഹൈൻസസൊക്കെ അറൈവ് അറ്റ് ഹൈറ്റവേഴ്സ് ഹൗസ്, ഹൈറ്റവറിൻ്റെ വീട്ടിലെത്തുന്നു. ആൻഡ് റിവീൽ ദാറ്റ്, എന്നിട്ട് പറയുന്നു, ജോ ക്രിസ്മസ് ഫാദർ വാസ് എ സർക്കസ് വർക്കർ, ജോ ക്രിസ്മസിൻ്റെ അച്ഛൻ ഒരു സർക്കസ് വർക്കറായിരുന്നു എന്ന് പറയുന്നു. ഹു ട്രൈഡ് ടു റൺ ഓഫ് വിത്ത് ദ ഹൈൻസസ് ഡോട്ടർ, ഹൈൻസ്മാരുടെ മകളുമായിട്ട് അവന് ഒളിച്ചോടാൻ വിചാരിച്ചു. ദെൻ ബിഫോർ അങ്കിൾ ഡോക് ഷോട്ട് ആൻഡ് കിൽഡ് ഹിം, അങ്ങനെ ഷൂട്ട് ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ടു എന്നൊക്കെ അദ്ദേഹത്തോട് ഇവർ പറയുന്നു. ഇവഞ്ച്വലി, അങ്ങനെ അവസാനം പിന്നീടുണ്ടായത്, അങ്കിൾ ഡോക് പ്ലേസ്ഡ് ദ ബേബി, ആ കുട്ടിയെ ആക്കി ഇൻ ദ ഓഫനേജിൽ ഇൻ മെംഫിസിലുള്ള വേർ ഹി വർക്ക്ഡ് ആസ് എ ജെനിറ്റർ. അങ്കിൾ ഡോക്ക് അവിടെ ഒരു ജെനിറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു, അവിടെ ആ കുട്ടിയെ ആക്കി. ബൈറൺ വാൺസ് ഹൈറ്റവർ, ഇനിയിപ്പോൾ ബൈറൺ ആവശ്യം ഹൈറ്റവർ എന്ത് ചെയ്യണം, ടു ലൈ, നുണ പറയണം. ആൻഡ് ക്ലൈം ദാറ്റ് ജോ ക്രിസ്മസ് വാസ് വിത്ത് ഹിം, ജോ ക്രിസ്മസ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയണം. അറ്റ് ഹിസ് ഹൗസിൽ ഓൺ ദ നൈറ്റ് ഓഫ് ജോന ബേർഡൻസ് മേർഡർ, ജോന ബേർഡൻ്റെ മേർഡറിൻ്റെ ആ രാത്രിയിൽ ഹൈറ്റവർ ബിക്കംസ് ആംഗ്രി, അങ്ങനെ ഹൈറ്റവർ ഇത് കേട്ടപ്പോൾ വളരെ ദേഷ്യപ്പെടുന്നു. ആൻഡ് ആസ്ക്സ് ദം ടു ലീവ്, അവരോട് ഇവിടുന്ന് പോകാൻ പറയുന്നു. പിന്നീട് കാണാൻ കഴിയുന്നത് ലെന ഗോസ് ഇൻ ടു ലേബർ, ലെന പ്രസവിക്കാൻ വേണ്ടി പോകുന്നു. ബട്ട് ബൈ ദ ടൈം ബൈറൺ അറൈവ്സ്, ബൈറൺ വരുന്ന സമയത്ത് വിത്ത് ദ ഡോക്ടറുമായിട്ട് വരുന്ന സമയത്ത് ഹൈറ്റവർ ഹാസ് ഓൾറെഡി ഡെലിവേർഡ് ദ ബേബി, ഹൈറ്റവർ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടിയെ ഡെലിവറി നടത്തിയിട്ടുണ്ട്.
assisting in the delivery is മിസ്സിസ് ഹൈൻസ് ആണ് ഡെലിവറിയിൽ അസിസ്റ്റ് ചെയ്തുള്ളത്. ഹൂ മിസ്റ്റേക്കൺലി ബിലീവ്സ് ദാറ്റ്, അവിടെ തെറ്റായിട്ട് വിശ്വസിക്കുന്നുണ്ട്, ലീന ഈസ് ഹെർ ലോങ് ഡെഡ് ഡോട്ടർ, കുറേ മുമ്പ് മരണപ്പെട്ടിട്ടുള്ള തൻ്റെ മകൾ മിലി ആണെന്ന്. ആൻഡ് ദാറ്റ് ദ ന്യൂ ബോൺ ഈസ് ഹെർ ഗ്രാൻഡ് സൺ ജോ ക്രിസ്മസ്. ഇപ്പോൾ ജനിക്കപ്പെട്ടിട്ടുള്ള ആ കുട്ടിയും തൻ്റെ പേരക്കുട്ടിയാണെന്നും അവർ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ വിശ്വസിച്ചുകൊണ്ടാണ് ഇതിന് വേണ്ടി പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ബയോറൻ അറേഞ്ചസ്, അതേസമയം ബയോറൻ അറേഞ്ച് ചെയ്യുന്നുണ്ട് ടു ഹാവ് ജോ ബ്രൗൺ സെൻറ്റ് ടു ലീനാസ് ക്യാബിൻ, ലീനയുടെ ക്യാബിനിലോട്ട് ജോ ബ്രൗണിനെ അയക്കുന്നുണ്ട്. അപ്പോൺ അറൈവിങ് വരുന്ന സമയത്ത് ബ്രൗൺ ഈസ് ഷോക്ക് ടു സീ ലീന ഹോൾഡിങ് ഹിസ് ന്യൂ ബോൺ സൺ. അപ്പോൾ ബ്രൗണ് മുമ്പ് അവളെ ഉപേക്ഷിച്ച് പോയതാണ്. ഇപ്പോൾ വന്ന സമയത്ത് ലീന തൻ്റെ കുട്ടിയെ പിടിച്ചു നിൽക്കുന്ന ആ കാഴ്ച കാണുമ്പോൾ വളരെ ഷോക്ക്ഡ് ആവുന്നു. സ്ലിപ്സ് ഔട്ട് എ പാക്ക്, പിന്നിലോട്ട് മാറുന്നു, വിൻഡോയുടെ പിന്നിലോട്ട്, ആൻഡ് റൺസ് അവേ, നേരെ ഓടിപ്പോകുന്നു ആൾ. ബയോറൻ സീസ് ബ്രൗൺ, ബയോറൻ അപ്പോൾ ബ്രൗണിനെ കാണുന്നുണ്ട്. എസ്കേപ്പ് ആൻഡ് ട്രൈസ് ടു സ്റ്റോപ്പ് ഹിം, അവൻ രക്ഷപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നിട്ട് അവനെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് ദ മച്ച് ലാർജർ മാൻ, ആ വലിയ മനുഷ്യൻ, ബീറ്റ്സ് ബയോറൻ, ബയോറനെ തോൽപ്പിക്കുന്നു. സൗണ്ട്ലി ആൻഡ് എസ്കേപ്സ് ഓൺ എ പാസിംഗ് ട്രെയിൻ, ഒരു ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിലൂടെ അവന് ബയോറനെ തോൽപ്പിച്ചുകൊണ്ട് ബ്രൗൺ രക്ഷപ്പെടുന്നു. ജോ ക്രിസ്മസ് മീൻവെയിൽ, അതേസമയം ജോ ക്രിസ്മസ് എസ്കേപ്സ് ഫ്രം ഹിസ് ക്യാപ്റ്റേഴ്സ് ആസ് വെൽ, തന്നെ തടവിലാക്കിയ ആളുകളിൽ നിന്നും അവൻ രക്ഷപ്പെടുന്നുണ്ട്. വൈൽ ഹി ഈസ് ബീങ് ലെഡ് അക്രോസ് ദ ടൗൺ സ്ക്വയർ, അപ്പോൾ തന്നെ അവന് ടൗൺ സ്ക്വയറിലൂടെ ഇങ്ങനെ അതിലൂടെ നയിക്കപ്പെടുന്നുണ്ട്, അതിലൂടെ പോവായിരുന്നു. ബിഫോർ ലോങ് ഹി ഈസ് ട്രാക്ക് ഡൗൺ, അങ്ങനെ രക്ഷപ്പെടാൻ ഒരുങ്ങുമ്പോൾ അവനെ ട്രാക്ക് ചെയ്യപ്പെടുന്നു. ഷോട്ട്, ദെൻ ഷൂട്ട് ചെയ്യപ്പെടുന്നു. കിൽഡ് ആൻഡ് കാസ്ട്രേറ്റഡ്, കൊല്ലപ്പെട്ട് ആകെ ഷണ്ഡനാക്കപ്പെടുന്നു. ആഫ്റ്റർ വാർഡ്സ്, അതിനുശേഷം ദ അഗെയിൻ ഹൈറ്റവർ മ്യൂസസ് ഓൺ ഹിസ് പാസ്റ്റ്, ഹൈറ്റവർ തൻ്റെ പാസ്റ്റിനെ പറ്റി ആലോചിക്കുന്നു. ആൻഡ് പ്രിപ്പയർ ഫോർ ഹിസ് ഓൺ ഡെത്ത്, സ്വയം മരണത്തിലേക്ക് അദ്ദേഹവും ഇറങ്ങിച്ചെല്ലുന്നു. ആഫ്റ്റർ എ റോഡ് ട്രിപ്പ്, ഒരു റോഡ് ട്രിപ്പിന് ശേഷം ലോക്കൽ ഫേർണിച്ചർ മൂവർ ലോക്കലായിട്ടുള്ള ഒരാൾ നിയർ ജെഫേഴ്സൺ അടുത്തുള്ള റീകൗണ്ട്സ് ടു ഹിസ് വൈഫ്, തൻ്റെ ഭാര്യയോട് വിവരിക്കുന്നു ഹൗ ഹി ഗേവ് എ റൈഡ് ടു എ ക്യൂരിയസ് കപ്പിൾ, വളരെ ക്യൂരിയസ് ആയിട്ടുള്ള ഒരു ദമ്പതികൾക്ക് എങ്ങനെയാണ് ഒരു റൈഡ് നൽകിയതെന്ന് വിവരിക്കുകയാണ്. ആരൊക്കെയായിരുന്നു അവർ? എ വുമൺ വിത്ത് എ ന്യൂ ബോൺ ചൈൽഡ്, പുതുതായി ജനിച്ച ഒരു കുട്ടിയോടൊപ്പം, കുട്ടിയെടുത്ത് ഒരു സ്ത്രീയും, അക്കംപൈൻഡ് ബൈ എ മാൻ, ഒരു മാനും അവളുടെ കൂടെയുണ്ട്. ഹു വാസ് നോട്ട് ദ ചൈൽഡ്സ് ഫാദർ, അയാൾ ആ കുട്ടിയുടെ അച്ഛനല്ലായിരുന്നു. അങ്ങനെയുള്ള രണ്ടു പേർക്ക് എങ്ങനെയാണ് ഞാൻ അവരെ റൈഡ് ചെയ്യിപ്പിച്ചതെന്ന് ഉള്ള ആ കാര്യം തൻ്റെ ഭാര്യയോട് അദ്ദേഹം വിവരിക്കുന്നു. ദെൻ ദ കപ്പിൾ ലെന ആൻഡ് ബയറൻ, രണ്ടുപേരും വാസ് ഹാഫ് ഹാർട്ടഡ്ലി, രണ്ടുപേരും അർദ്ധമനസ്സോടുകൂടി ഇൻ സെർച്ച് ഓഫ് ദ ബേബീസ് ബയോളജിക്കൽ ഫാദർ, ആ കുട്ടിയുടെ ശരിക്കുമുള്ള അച്ഛനെ തിരഞ്ഞ് നോക്കുകയാണ്, സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആസ് ദ മാൻ ഡ്രോവ് ദം ഡീപ്പർ ഇൻ ടു ടെന്നീസിൻ്റെ ഡീപ്പറിലോട്ട് ആ മനുഷ്യൻ അവരെ ഡ്രൈവ് ചെയ്യിപ്പിച്ച് പോയിക്കൊണ്ടിരുന്നു. ഇതോടുകൂടി ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.